Good morning. Good morning. Good morning. Good morning, ma'am. Morning. വളരെ കുറച്ച് പേരുള്ളൂല്ലോ. കുട്ടികളുടെ എക്സാം ഒക്കെ ആയതുകൊണ്ടാണോ? വലിയ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ എക്സാം ആണല്ലോ, 10th +2. Okay, anyway, we can start. Prayer chellate misse. Yes, please. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. യെസ്, ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യെസ്, പ്ലീസ്. Thought of the day പറയാം മിസ്സേ. Failures are the stepping stone to success. Thank you. സൈനിങ്. ഒരു സ്റ്റോറിയാണ്. പ്രാവുകളുടെ ബുദ്ധി. ഒരു കൂട്ടം പ്രാവുകൾ തീറ്റ തേടി പറക്കുകയായിരുന്നു. അപ്പോൾ അവ നെല്ല് വിളഞ്ഞു കിടക്കുന്ന ഒരു പാടം കണ്ടു. പ്രാവുകൾ പാടത്ത് പറന്നിറങ്ങി നെന്മണികൾ തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് അവയുടെ മുകളിലേക്ക് ഒരു വല വന്നു വീണു. വയലിന്റെ ഉടമ എറിഞ്ഞതായിരുന്നു ആ വല. പ്രാവുകൾ ഭയന്നു. ഇനി എന്തു ചെയ്യും? അവ നേതാവിനോട് ചോദിച്ചു. പേടിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് മുകളിലേക്ക് പറക്കാം. നേതാവ് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. 1, 2, 3 പറന്നോ. നേതാവും പറഞ്ഞതു പ്രാവുകൾ ഒന്നിച്ചു പറന്നുയർന്നു. അത് കണ്ട് കർഷകൻ അമ്പരന്നു നിന്നു. നേതാവ് പ്രാവുകളോട് ഒരു ഉയർന്ന മരത്തിനു മുകളിൽ പൊങ്ങാൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. വലയുടെ അടിയിലൂടെ എല്ലാ പ്രാവുകളും പുറത്തിറങ്ങി. ഒത്തു ശ്രമിച്ചാൽ എന്തും നേടാം എന്നു ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി. പ്രാവുകൾ നേതാവിനോട് നന്ദി പറഞ്ഞു. താങ്ക് യു. നമ്മൾ ചെറുപ്പം തുടങ്ങിയ കേൾക്കുന്ന ഒരു കഥ തന്നെയാണല്ലേ. പക്ഷെ ഓരോ കഥയും കേട്ട് പഴകിയതാണെങ്കിലും അതിന്റെ ആ ഒരു പ്രസന്റേഷൻ തന്നെയാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ലീഡർഷിപ്പിന്റെ ഒരു അത് എംഫസൈസ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പൊ ഒരു ലീഡർ എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, അങ്ങനെ ഒരാളല്ല ശരിക്കും. ആ ലീഡർ അവരുടെ കൂടെ തന്നെ മേർജ് ചെയ്ത് പോകുന്ന ഒരു മനുഷ്യൻ തന്നെയാണല്ലേ. ലീഡർ ഷോസ് ദ വേ, ഗോസ് ദ വേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ലീഡർ അവരുടെ കൂടെ തന്നെ ഒരു ക്രൗഡ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ലീഡർ ആരാന്ന് മനസ്സിലാകരുത്. അതുപോലെ ആയിരിക്കണം. മോണ്ടിസോറി ക്ലാസ് റൂമും അതുപോലെ തന്നെയാണ്. അവിടെ ഫെസിലിറ്റേറ്റർ എന്ന് ടീച്ചർ കുട്ടികൾ എന്നൊരു രീതിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ട്രെയിനർ ആൻഡ് ട്രെയിനീസ് എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ഒരു ക്ലാസ് റൂമിന്റെ ക്ലൈമറ്റ്, ആ ഒരു എൻവയോൺമെന്റ്, എല്ലാവരും വട്ടത്തിലിരിക്കുന്ന ഒരു, പ്രത്യേകിച്ചും ഓഫ്ലൈൻ ക്ലാസ്സുകൾ കേട്ടോ. നമുക്കിവിടെ ഓൺലൈനിൽ അങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ ഉണ്ട്. വട്ടെവർ ഇറ്റ് ബി, എന്നാലും നമ്മളുടെ ഉള്ളിൽ ആ ഒരു കൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരു വിർച്വൽ ക്ലാസ് റൂം ആണ്. നമ്മളെല്ലാരും മുഖത്തോട് മുഖം നോക്കി വട്ടത്തിലിരിക്കുന്നു. വട്ടത്തിലിരിക്കുന്നതിന്റെ ഗുണം അതാണല്ലോ, എല്ലാവർക്കും എല്ലാരെയും കാണാൻ പറ്റും. ബാക്കിലിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? കാണാൻ പറ്റില്ല. എല്ലാരും പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളെ മാത്രമേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് വട്ടത്തിലിരിപ്പ് അത് തന്നെയാണ് ഉത്തമം. ഏതൊരു ക്ലാസ്സും ഏതൊരു ഇന്ററാക്റ്റീവ് സെഷനും, നമ്മളൊരു ഫാമിലി പ്രോഗ്രാം നടത്തുമ്പോഴും ഫ്രണ്ട്സുമായിട്ടിരിക്കുമ്പോഴും നമ്മളെല്ലാവരും വട്ടത്തിലിരിക്കാനാണ് ഇഷ്ടപ്പെടുക. പണ്ടത്തെ കാലങ്ങളിൽ നമ്മുടെ പല കളികളും വട്ടത്തിലിരുന്നുള്ള കളിയായിരുന്നു അല്ലേ. ഇപ്പോഴെല്ലാരും മൊബൈലിനകത്തേക്കും ലാപ്ടോപ്പിനകത്തേക്ക് അങ്ങനെ ഡിജിറ്റൽ വേൾഡിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക. എവിടെയോ ഇല്ലാത്ത ഏതോ ആളൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. അതിന്റെ വ്യക്തി പോലും ഉണ്ടോന്ന് തന്നെ അറിയില്ല. ആ രീതിയിലുള്ള കളികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ അന്നത്തെ കളികളൊക്കെ വട്ടത്തിലിരുന്ന കളികളൊക്കെ ആയിരുന്നു അല്ലെ. അങ്ങനെ
അതിലൊരു മനഃശാസ്ത്രമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വളർത്തുന്ന മനഃശാസ്ത്രം, ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജി എന്ന് തന്നെ പറയാം. അപ്പൊ അത് ഈ വട്ടത്തിലിരിക്കുമ്പോ പിറ്റേ ദിവസം അതേ ഒരു സെഷനിൽ നമ്മൾ ഇന്നലെ ഓപ്പോസിറ്റ് ഇരുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ നമ്മളുടെ അടുത്ത ദിവസം ഓപ്പോസിറ്റ് വരുന്നത്. ചിലപ്പോൾ ഒരാളെ മിസ്സിംഗ് ആകുമ്പോൾ നമ്മൾ എല്ലാവരും അന്വേഷിക്കും ആൾ എവിടെ പോയി. അതേസമയം നമ്മൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് 3-4 ദിവസത്തെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്, എല്ലാവരും ബാക്കിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഒരാൾ വരാതിരുന്നാൽ പോലും നമ്മൾ അറിയും. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഓക്കെ, സോ ആ ഒരു നേതാവിന്റെ ലീഡർഷിപ്പ്, പലപ്പോഴും ലീഡർഷിപ്പിനെ തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ ഇരുന്ന് പറയും നിങ്ങൾ എല്ലാവരും കേൾക്കണം, ആ ഒരു രീതിയിൽ ഉള്ള ലീഡറെ അല്ല നമുക്ക് വേണ്ടത്. രാഷ്ട്രീയത്തിലാണെങ്കിലും സൗഹൃദങ്ങളിലാണെങ്കിലും ഏത് ഗ്രൂപ്പിലാണെങ്കിലും ലീഡർ എന്ന് പറയുന്നത് അവരുടെ കൂടെ മേർജ് ചെയ്ത് പോകണം. ഒരു ഫ്രൂട്ട് സാലഡ്, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വ്യത്യാസം വരില്ലേ, അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സിനെ എല്ലാം കൂടെ ചേർക്കുന്ന ഒരു ക്രീമും കൂടെ ഉണ്ടാവുമല്ലോ, എല്ലാം കൂടെ കറക്റ്റ് ഒരു പ്രൊപ്പോർഷനിൽ ചേരുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കൊക്കെ ഫ്രൂട്ട് സാലഡ് ആകാം. ഫ്രൂട്ട് സാലഡിൽ ഫ്രൂട്ട്സും ക്രീമും ആകാം അല്ലെ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞു, പിയാജെ, സിഗ്മണ്ട് ഫ്രോയിഡ് ഇവരുടെ കംപ്ലീറ്റ് ചെയ്തോ? പറഞ്ഞു കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വിഡോസ്കി ആൻഡ് എറിക്സൺ ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തന്നിരുന്നു. കണ്ടില്ല മാം. തരാം. പിയാജെനെ മാത്രം എനിക്ക് അയക്കാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. ആക്ച്വലി ആ ഡേറ്റ നമ്മൾ സെർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോയി. കൊടുത്തിട്ടുണ്ട്, മേ ബി ഒരു വിത്തിൻ 5 minutes യു വിൽ ഗെറ്റ്. ഓക്കെ ഓക്കെ, എനിവേ ഇപ്പൊ പിയാജെ ആൻഡ് സിഗ്മണ്ട് ഫ്രോയിഡ് രണ്ടുപേരുടെയും ഒബ്സർവേഷൻ, അവർ എന്തിനെയാണ് ഒബ്സർവ് ചെയ്തത്, ദാറ്റ് വാസ് സെയിം, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ്. ബട്ട് അവരുടെ വേസ് ഡിഫറെന്റ് ആയിരുന്നു അല്ലേ. ഒരാൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു പിയാജെ, സിഗ്മണ്ട് ഫ്രോയിഡ് കുട്ടികളുടെ പ്ലഷർ, അവരുടെ ഒരു സെക്ഷൽ ഡിസയറും കൂടെ കണക്ട് ചെയ്തിട്ടാണ്. അവർക്ക് ഓരോ ഏജിലും ഓരോ രീതിയിലുള്ള പ്ലഷർ ആണ്, അതിനനുസരിച്ചാണ് അവരുടെ ഡെവലപ്മെന്റ് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി, ആ ഒരു എനർജി, ആ എനർജിയൊക്കെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ശരിയായ സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും, പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു, എനിക്ക് അതിന്റെ ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്തു ആ മൂവി. എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു മൂവിയാണ് വലതുവശത്തെ കള്ളൻ. ഡിഫറെന്റ് ഫേസസ് ഓഫ് പാരന്റിങ് ആണ് അതിനകത്ത് കാണിക്കുന്നത്, ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പോയി. കാരണം ചില മൂവി, ഞാൻ പലപ്പോഴും മൂവീസിനെ ഭയങ്കരമായിട്ട് പേഴ്സണലൈസ് ചെയ്യും. അപ്പൊ മോളെപ്പോഴും എന്നോട് ചോദിക്കും, അമ്മയ്ക്ക് അത് സിനിമയായി കണ്ടാൽ പോലെ, എന്തിനെങ്ങനെ പേഴ്സണലൈസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മളങ്ങനെ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ കാണുന്ന ആളുകളിലേക്ക് നമ്മൾ ആ സ്ഥാനത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അത് ആ ഒരു ഇത് എനിക്ക് മാറണില്ല. അത് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി അങ്ങനെ ഒരു മൂവി കണ്ടിട്ട്. അതിന്റെ ഒരു ഉറക്കമൊക്കെ ബാധിച്ചു, ഇന്നത്തെ ഒരു ഉറക്കം, ഇന്നത്തെ ഒരു ആക്ടിവിറ്റീസ്. ഇന്ന് മോർണിംഗ് എണീക്കുമ്പോഴും തലവേദനയോ എന്തൊക്കെയോ പ്രശ്നം, നമ്മൾക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫിസിക്കൽ റിഫ്ലക്ഷൻസ് ആയിട്ട് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു വിഷമം എനിക്ക് ഭയങ്കര ഹെഡേക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്, ഭയങ്കര തലവേദന പിടിച്ചിരിക്കുക. കുറേ തണുത്ത വെള്ളം തലയിൽ ഒഴിച്ചിട്ടൊന്നും എനിക്കത് മാറുന്നില്ല. അപ്പൊ അതിൽ ഡിഫറെന്റ് ഫേസസ് ഓഫ് പാരന്റിങ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, സെൻസിറ്റീവ് പീരീഡ് ആണ് അവരുടെ. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടികളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അവർ അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. പിയാജെ പറഞ്ഞതും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതും അങ്ങനെയായിരുന്നു. പ്രീവിയസ് സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ അടുത്ത സ്റ്റേജിലേക്കുള്ള സ്റ്റെപ്പാണ്. അപ്പൊ അത് തന്നെയാണ് അതിൽ കണ്ടത്, ആ ഒരു മൂവിയിൽ കണ്ടത് മുഴുവൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു എന്തായിരുന്നു, കൂടുതൽ പറയണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂവി കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്പോയിലർ ആകുന്നില്ല. പക്ഷെ ഡിഫറെന്റ് ഫേസസ് ഓഫ് പാരന്റിങ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള പാരന്റിങ്,
ഒരു പെട്ടെന്നൊരു ഇൻസിഡന്റിൽ മാറ്റം വരുന്ന ഒരു പാരന്റിങ്, എന്താ പറയാ, തുടക്കം മുതലേ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒരു പാരന്റിങ്, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ കാണുന്ന ഒരു മൂവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സോ ഹാറ്റ്സ് ഓഫ് ടു ബിജുമേനന്റെയും ജോജുവിന്റെയും പെർഫോമൻസ് നമുക്ക് പറയാനില്ല. ഓക്കെ, അവർ രണ്ടുപേരാണ് അതിനകത്ത് ഒരു ലീഡിങ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ടുപേരുമാണ്. എനിവേ, മൂവീസ് താല്പര്യമുള്ളവർക്ക് ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. മൂവി ആയിട്ട് കാണുവാണെങ്കിൽ, എന്നെ പോലെ പേഴ്സണലൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴൊന്നും കാണാതിരിക്കും. ഓക്കെ, സോ ഫൈൻ. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ആ ലിങ്ക് വന്നിട്ടുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യോ. ഐ ജസ്റ്റ് ഗീവ്. ഓക്കെ, എനിവേ ഞാൻ എന്തായാലും അതിലേക്ക് ഒന്ന് കടക്കുകയാണ്. എറിക്സന്റെ സ്റ്റേജസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ചെക്ക് ചെയ്തു കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ. എറിക്സൺ 8 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഈ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജ്. അത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. പിയാജെയുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആയിരുന്നു. പിയാജെ മുഴുവനും ബുദ്ധി, കുട്ടിയുടെ ബുദ്ധി, അത് മാത്തമാറ്റിക്കൽ അനാലിസിസ്, അത് വെച്ചിട്ടാണ് പിയാജെ എല്ലാം പറഞ്ഞത്. മാത്സിൽ അവരെങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് അവർക്ക് എങ്ങനെ വരും, അവരുടെ അസംഷൻസ് എങ്ങനെയായിരിക്കും, ഒരു കാര്യം ഇമാജിൻ ചെയ്ത് അവരെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും, എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യും, അങ്ങനെ കൂടുതലും അദ്ദേഹം അങ്ങനെ ഒരു പ്രാക്ടിക്കൽ സൈഡ് വെച്ചിട്ടാണ് പിയാജെ പറഞ്ഞത്. അപ്പോ നമ്മളെ പോലെ ഇതുപോലെ പഠിക്കുന്ന കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവര്, സൈക്കോളജിസ്റ്റുകള്, സൈക്കോതെറാപ്പിസ്റ്റ്, അനലിസ്റ്റുകള്, റിസർച്ച് ചെയ്യുന്നവരെല്ലാവരും ഈ ഓരോരുത്തരുടെ ഒബ്സർവേഷൻസ് അവര് അനലൈസ് ചെയ്യുമ്പോൾ അവർ പല രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ചിലർ വളരെയായിട്ട് സപ്പോർട്ട് ചെയ്ത് പറയും, പോസിറ്റീവായിട്ട് പറയും, ചിലർ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. അപ്പൊ പിയാജെയുടെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം എല്ലാം ഒരു സിസ്റ്റമാറ്റിക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒറ്റ കുട്ടിയായിരുന്നു. തലവേദന ഇങ്ങനെ എടുക്കും, ഒറ്റ കുട്ടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം വളർന്നു വന്ന ഒരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാം അദ്ദേഹത്തിന് ഓരോരോ പ്രായത്തിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം, ആ രീതിയിൽ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തു പോയ ഒരു ചൈൽഡ്ഹുഡ്, പാരന്റ്ഹുഡ് ആയിരുന്നു. അപ്പൊ ആ രീതിയിലൊരു പാരന്റ്ഹുഡ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ, സ്ട്രക്ചറിൽ വളർത്തുന്ന ഒരു പാരന്റിങ്, ആ ഒരു രീതിയിലായിരുന്നു പിയാജെയുടെ ചൈൽഡ്ഹുഡ് പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം ഇത് എഴുതിയതെന്നാണ് കുറെ പേര് അഭിപ്രായപ്പെട്ടത്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിനെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു പർട്ടിക്കുലർ കാറ്റഗറി, കൂടുതലും അദ്ദേഹം മെയിൽസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം ഫീമെയിലിനെ റിലേറ്റഡ് ആയിട്ട് കാര്യമായി പറഞ്ഞില്ല, വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹം 2 കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഈവൻ ദോ നമ്മളുടെ വേൾഡില് മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രമല്ല കാറ്റഗറീസ് ഉള്ളത്, അതർ ജെൻഡേഴ്സും ഉണ്ട് എന്നുള്ള രീതിയിൽ ആണ് ആളുകൾ ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മകളും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോ അനാലിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, അന്ന ഫ്രോയിഡ്. അന്ന ഫ്രോയിഡിന്റെ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചുള്ള ഒബ്സർവേഷൻ വളരെ ഫേമസ് ആണ്, നിങ്ങൾക്ക് പഠിക്കാനുണ്ടത്. സിഗ്മണ്ട് ഫ്രോയിഡും അന്ന ഫ്രോയിഡും ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ PDF അത് വളരെ കുറച്ചേ ഉള്ളൂ, ബട്ട് കൂടുതൽ വൈഡായിട്ട് നിങ്ങളത് നോക്കുവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പലപ്പോഴും നമ്മളും കടന്നു പോയിട്ടുള്ള ഓരോ ഡിഫൻസ് മെക്കാനിസങ്ങളൊക്കെ ടീച്ചർ എടുത്തോളൂ. ഓക്കെ, സോ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് വന്നോ, ഗ്രൂപ്പിൽ വന്നോ ലിങ്ക്സ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി വെരി ഈസി ഫോർ യു, എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. 8 സ്റ്റേജസ് ആയിട്ടാണ് എറിക്സൺ. ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് വന്നില്ല. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, അവരോടൊന്ന് പറയാൻ പറഞ്ഞു. നമുക്കൊരു ടെക്നിക്കൽ സപ്പോർട്ട് ആക്കിയാണ് ചെയ്യുന്നത്. മേ ബി വേറെ എന്തെങ്കിലും ബിസി ആയിരിക്കും. അതുകൊണ്ട് എക്സാം ടൈം ഒക്കെയാണ്, അപ്പൊ അവര് നല്ല തിരക്കായിരിക്കും. ഓക്കെ, വന്നിട്ടില്ല മിസ്സേ. ഇല്ല ഞാൻ നോക്കട്ടെ. ഇപ്പൊ തന്നെ ചെയ്യും കേട്ടോ. പറഞ്ഞില്ലേ, അവര് പല വർക്കിലും ആയിരിക്കും. പെട്ടെന്ന് ഞാൻ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. ഓക്കെ, വരും, നിങ്ങൾ അതോർത്താകട്ടെ കേട്ടോ.
8 സ്റ്റേജസ് ആയിട്ടാണ് എറിക്സൺ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജിനെ. അതാണ് കുട്ടിയുടെ ആ ഓരോ സ്റ്റേജും കുട്ടിയുടെ പേഴ്സണാലിറ്റി ആൻഡ് ഐഡന്റിറ്റിനെ ഷേപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം പേഴ്സണാലിറ്റി, പണ്ടത്തെ ഒരു കൺസെപ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ അപ്പിയറൻസിനെ വെച്ചിട്ട് ആളുകൾ വിലയിരുത്തും. പക്ഷെ അങ്ങനെയല്ല. ചെറുപ്പം തുടങ്ങി നമ്മൾ ചെയ്യുന്ന നമ്മളുടെ വളർച്ചാ കാലഘട്ടങ്ങൾ, നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്നു, പേഴ്സണാലിറ്റിയും ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നു. ഒരു ഹെൽത്തി ഡെവലപ്മെന്റിലേക്ക് പോകണമെങ്കിൽ ഓരോ സ്റ്റേജും ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകണം എന്നാണ് എറിക്സൺ പറഞ്ഞത്. ഒരു ലൈഫ് സ്പാനിൽ, അതായത് ജനനം തുടങ്ങി മരണം വരെ, ബോൺ ടു ടോംബ് അല്ലെ, ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള ആ ഒരു സമയത്ത് ഒരു മനുഷ്യന്റെ ആ ഒരു ലൈഫ് സ്പാൻ എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നാണ് എറിക്സന്റെ സ്റ്റേജിൽ നിന്ന് നമുക്ക് കുറെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്റ്റേജ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിച്ച് ഇൻഫാൻസി സ്റ്റേജ് ആണ്. ബർത്ത് തുടങ്ങി 18 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വയസ്സ് അല്ലെ. ഇൻഫാൻസി തുടങ്ങി 18 months, ഇൻഫാൻസി ബർത്ത് തുടങ്ങി 18 months. ആ ഒരു സ്റ്റേജില് കുട്ടി കൂടുതൽ അടുത്തിരിക്കുന്നത് ആരോടായിരിക്കും? അമ്മയുടെ അടുത്തായിരിക്കും അല്ലെ. അമ്മയായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്താൽ തന്നെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ. നമ്മൾ പഠിക്കുന്നുണ്ട് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം പഠിക്കാൻ പോകാൻ തോന്നും. അപ്പൊ നമുക്ക് അമ്മ എന്നുള്ളതിനെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം, കെയർ ഗിവർ എന്നാക്കാം. കാരണം എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ആ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വരില്ല, അമ്മ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ അമ്മ ദൂരെ ജോലിക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അമ്മയെ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം അല്ലെ. ജനിച്ച ഉടനെ തന്നെ അമ്മ മരിച്ചു പോകുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അമ്മ അല്ലെങ്കിൽ കെയർ ഗീവർ. ഓക്കെ, അപ്പൊ ഈ കെയർ ഗീവർ ആണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമുക്ക് അറിയാം, ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കുറെ നാളത്തേക്ക് അവര് ഡിപ്പെൻഡന്റ് ആണ്, വേറൊരാൾ ചെയ്തു കൊടുക്കണം അവർക്കെല്ലാം. ഭക്ഷണം കൊടുക്കുന്നതും ഡ്രസ്സ് മാറ്റുന്നതും അവരെ കുളിപ്പിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും ടോയ്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം കൊണ്ടുപോകുന്നതും എല്ലാം അവരുടെ കെയർ ഗീവർ ആയിരിക്കും. അപ്പൊ ഈ കെയർ ഗീവറുമായിട്ട് കുട്ടി ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും അല്ലെ, വളരെയധികം കണക്റ്റഡ് ആയിരിക്കും, ഇമോഷണലി കണക്റ്റഡ് തന്നെ. ഒരു റാപ്പോ, ഒരു ബോണ്ട് അവർ തമ്മിലുണ്ടാവും. അപ്പൊ ഒരു വിശ്വാസമാണ് കുട്ടിക്ക്, എനിക്ക് വിശക്കുമ്പോ ഭക്ഷണം തരാൻ എനിക്ക് അവിടെ ഒരാളുണ്ട്, എന്നെ ഉറക്കാനും എന്റെ കാര്യങ്ങൾ നോക്കാനും, എനിക്ക് എന്റെ ഡ്രസ്സ് അഴുക്കായി കഴിഞ്ഞാൽ അത് മാറ്റി എന്നെ ക്ലീൻ ചെയ്ത് വേറെ നല്ല ഡ്രസ്സ് ഇട്ട് തരാനൊക്കെ എനിക്കൊരാളുണ്ട്. അങ്ങനെ കുട്ടിക്ക് അറിയാൻ പറ്റും. അപ്പൊ അതാണ് സ്റ്റേജ് 1. അപ്പൊ കുട്ടിയും ആ ഒരു കെയർ ഗീവറുമായിട്ടൊരു വിശ്വാസം, ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുവാണ്, ഒരു ബോണ്ട് ഫോം ചെയ്യുവാണ്. അപ്പൊ ശരിയായ സമയത്ത് കെയർ ഗീവർ ഇതെല്ലാം കുട്ടിക്ക് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കമാണ് ഈ ഒരു ട്രസ്റ്റ്. ആ ഒരു ട്രസ്റ്റ് അവര് തമ്മിൽ ഫോം ചെയ്യും. കുട്ടിക്ക് കോൺഫിഡൻസ് ആണ്, കുട്ടിക്ക് അറിയാം ഞാൻ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഭക്ഷണം കിട്ടും, എന്നെ ഉറക്കിക്കോളും, ഉറക്കം വരുമ്പോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞു ഓടി വന്ന് എന്നെ എടുത്തോളും, അങ്ങനെയൊക്കെയുള്ള ഒരു ട്രസ്റ്റ് ഈ കെയർ ഗീവറുമായിട്ട് കുട്ടിക്ക് ഫോം ചെയ്യുവാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഭവം കുട്ടിയുടെ ഫീഡിങ് ആണ് അല്ലെ. കുട്ടി ഫീഡിങ് ആണ് നടക്കുന്നത്. അത് സിഗ്മണ്ട് ഫ്രോയിഡ് അവിടെ മൗത്താണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു, പ്ലഷർ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം എപ്പോഴും ഫീഡിങ് നടക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ഇവന്റ് ഫീഡിങ് ആണ്. മിസ്സേ ഇത് വന്നിട്ടുണ്ട്, മിസ്സിട്ട മെറ്റീരിയൽ നോക്കിക്കോളൂ, ഓപ്പൺ ചെയ്താൽ മതി, അപ്പോഴേക്കും ഫുൾ ഇങ്ങനെ വരും. കുറേ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറയുവാണ് കേട്ടോ. സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് 1 നോക്കിക്കഴിഞ്ഞാൽ കാണാം, ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. അതായത് നല്ല രീതിയിലാണ് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഏജിൽ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ കുട്ടിയും കെയർ ഗീവറുമായിട്ടൊരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. അതേസമയം കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയറും കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, കുട്ടിയുടെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ബോണ്ടിങ് അവര് തമ്മിലുള്ളത് കുറഞ്ഞു വരുന്നു, മിസ്ട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, ആ ഒരു വിശ്വാസം ഉണ്ടാകില്ല. ഇതാണ് എറിക്സന്റെ ഫസ്റ്റ് സ്റ്റേജ്. ഡിപ്പെൻഡന്റ് ആണ്, ഈ സമയത്ത് ഫുള്ളി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ആ ഒരു ട്രസ്റ്റ്, ആ ഡിപ്പെൻഡബിലിറ്റി
കെയർ ഗീവർ കൊടുക്കുന്ന ഇത് സപ്പോർട്ട് അനുസരിച്ച് കുട്ടി വളരെയധികം ഡിപ്പെൻഡ് ആവുകയാണ്. അതായത് കെയർ ഗീവർ കൊടുക്കുന്നത് ഫീഡിങ് മാത്രമല്ലല്ലോ, കുട്ടിയെ സ്നേഹിക്കുന്ന ലവ്, അഫെക്ഷൻ, വാർത്ത് ആ കെയർ ഗീവറുടെ കയ്യിൽ കുട്ടി സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. സേഫ്റ്റി ഇതെല്ലാം നടക്കുക, കുട്ടിയോട് സംസാരിക്കണം അല്ലെ, കുട്ടിയെ കളിപ്പിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ കെയർ ഗീവർ ചെയ്യും. കെയർ ഗീവർ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ്, ശരിയായ കെയറും സ്നേഹവും ഒന്നും കുട്ടിക്ക് കൊടുക്കാതെ വരുമ്പോൾ അവർക്ക് ആ ഒരു അഡൽട്സിനോട് അവരുടെ ലൈഫ് ലോങ് ആ ഒരു എന്താ പറയാ അടുപ്പമില്ലാതെ വരുന്നു എന്നാണ് ശരിക്കും പറയുന്നത്. ആ ഒരു ഡിസ്ട്രസ്റ്റ് ഫോം ചെയ്യുന്നു, ആ ഒരു ട്രസ്റ്റ് ഒട്ടും തന്നെ അവരിൽ ഉണ്ടാവുകയാണ്. സക്സസ്ഫുൾ ആയിട്ട് പോകുവാണ് ഈ ഒരു ഏജിൽ, ഇൻഫാൻസിയില് ബർത്ത് തുടങ്ങി 18th വരെ കെയർ ഗീവറുടെ സപ്പോർട്ടോടുകൂടി ഇമോഷണലി ഒക്കെ കെയർ ഗീവർ അവൈലബിൾ ആണ്. അങ്ങനെ സക്സസ്ഫുള്ളി ആയിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടി വളരെ സേഫ് ആൻഡ് സെക്യൂർ ഫീൽ ചെയ്യും. അതിന് ആ വേൾഡിൽ ഒരു പേടി തോന്നില്ല, സേഫ് ആൻഡ് സെക്യൂർ ഫീൽ ചെയ്യും. സംബഡി ഈസ് ദെയർ ടു പ്രൊട്ടക്ട് മീ എന്നുള്ള ഫീല് ആ കുട്ടിക്ക് ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത കുട്ടികളാണ് കുറെ കഴിയുമ്പോഴേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് തോന്നുന്നല്ലേ, വേറെ പലരോടും അടുപ്പം തോന്നും, പ്രായമാകും തോറും. അതേസമയം അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യാതെ വരുമ്പോ ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഫിയർ അങ്ങനെയൊക്കെ ആ ഒരു സേഫ് സെക്യൂർ ഫീലിംഗ് ഒന്നും അവർക്ക് ഇല്ലാതെ പോകുന്നു ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് കേട്ടോ, സ്റ്റേജ് 2 ഏർലി ചൈൽഡ്ഹുഡ്. 2 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെ. ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സൊക്കെ കഴിയുമ്പോ തന്നെ ഇവര് പതുക്കെ ഒരു ഇൻഡിപെൻഡന്റ് ആകാനുള്ള ടെൻഡൻസി കാണിക്കും അല്ലെ. ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഷൂ ഇടുക, ഷൂവിന്റെ ലൈസ് കെട്ടുക, സോക്സ് ഇടുക, ചെരുപ്പിടുക, ഡ്രസ്സ് ബട്ടൺ ഇടുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ഭക്ഷണം തന്നെ കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അങ്ങനെയൊക്കെ കാണിക്കും. ഏർലി ചൈൽഡ്ഹുഡ് ഇതിൽ കൂടിയിരിക്കുന്ന സമയമാണ് അവർക്ക് ആ ഒരു ഓട്ടോണമി, തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് അവര് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്താണ് അവരുടെ ടോയ്ലറ്റ് കൺട്രോൾ വരുന്നത്. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു ബവൽ ആൻഡ് ആ ഒരു ബ്ലാഡർ കൺട്രോൾ വരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു ടോയ്ലറ്റ് കൺട്രോൾ, ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ശരിക്കും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം ആഫ്റ്റർ 3 years നമുക്കറിയാം ഒരു സ്കൂളിലേക്ക് പോവാം. സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ അങ്ങനെ എല്ലാ ദിവസവും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി സ്കൂളിലേക്ക് വിടരുത്. അവര് തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ അവര് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോപ്പർ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ച് കഴിഞ്ഞ് കയറുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ ടോയ്ലറ്റ് അവരെ നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യാം. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പോട്ടി ട്രെയിനിങ് ചെയ്യിക്കും അല്ലെ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1.5 വയസ്സൊക്കെ കഴിയുമ്പോൾ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ശരിക്കും 1 വയസ്സിന് മുമ്പ് തന്നെ മാറ്റിയാൽ അത്രയും നല്ലത്. കാരണം കുട്ടി ചിലപ്പോൾ ഇൻഡിക്കേഷൻസ് ഒക്കെ കാണിക്കും, അതിന് യൂറിനേറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ ഒക്കെ കാണിക്കാനായിട്ട് അവർ പഠിക്കും. ചിലപ്പോൾ ചില സമയങ്ങളിൽ പെട്ടെന്നായി പോവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ ആ ഒരു കൺട്രോൾ അവർക്ക് കിട്ടും, ടോയ്ലറ്റ് കൺട്രോൾ, ബവൽ ഓർ ബ്ലാഡർ കൺട്രോൾ അത് വരും. അപ്പൊ അങ്ങനെ അവർ തന്നെത്താനെ അതൊക്കെ ആവുമ്പോഴേക്കും അവർക്കൊരു കോൺഫിഡൻസ് അവരിൽ ബിൽഡ് ചെയ്യും, ഒരു ഓട്ടോണമി. അതേസമയം അവർക്ക് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ഒന്നും പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ ഒരു കെയർ ഗീവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരിൽ ഷെയ്ം, ഡൗട്ട്, കാരണം നാണക്കേട് പോലെയൊക്കെ അവർക്ക് തോന്നും. ബെഡ് വെറ്റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നിന്ന് നിൽപ്പില് യൂറിനൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും അവർക്കൊരു ഷെയിം, ഡൗട്ട് ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ തന്നെത്താനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക, അവരുടെ വിൽ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക, സെൽഫ് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക, സെൽഫ് കൺസ്ട്രക്ഷൻ സ്വയം തന്നെ ഉണ്ടാകുക, തന്നെ ആയി വരുന്ന അങ്ങനെ ഒരു ഇതാവും കുട്ടികള്. ഓട്ടോണമി അല്ലെങ്കിൽ ഷെയിം ആൻഡ് ഡൗട്ട് ആണ് വരുന്നത്. അപ്പൊ ഇൻഡിപെൻഡൻസിന് വളരെയധികം റോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തടസ്സപ്പെടുത്തരുത്, നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം, അവരത് ചെയ്യട്ടെ. മേ ബി അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന്റെ ഇരട്ടിയിൽ കൂടുതൽ ടൈം അവർ എടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെ വന്നാൽ പോലും കുട്ടിയെ തടസ്സപ്പെടുത്തരുതെന്ന് പറയുന്നത്. കാരണം അവർ ചെയ്യട്ടെ, അവരവരുടെ മാക്സിമം എഫേർട്ടും താല്പര്യവും ഇൻട്രസ്റ്റും എടുത്തായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ
ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് കുടിക്കണം. ആസ് ആൻ അഡൽട്ട് നമുക്കറിയാം ഒരു ജഗ് എടുത്ത് ലിഫ്റ്റ് ചെയ്യാനും എത്രത്തോളം നമ്മൾ അതിനെ ടേൺ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് വെള്ളം പോകുന്നത് നമുക്കറിയാം. പക്ഷെ ഒരു കുട്ടി വളരെയധികം എഫേർട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വാട്ടർ സ്പിൽ ഔട്ട് ആയി പോകും. കുട്ടിയെ ശാസിക്കുകയല്ല വഴക്ക് പറയുകയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു ചെറിയൊരു ക്ലോത്ത് എടുത്ത് കൊടുക്കാം, തുടച്ചോളൂ കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ കുട്ടി ശ്രദ്ധിക്കും. ഫസ്റ്റ് ടൈം ചെയ്തപ്പോ ഇങ്ങനെ വെള്ളം പോയല്ലോ, അപ്പൊ ഞാൻ ഇനി ശ്രദ്ധിക്കണം, അമ്മ വെള്ളം ഒഴിക്കണം നോക്കി നിന്ന് കണ്ട് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമുക്ക് അവൻ മിസ്റ്റേക്ക് അല്ല ചെയ്തേ, അവനെ ബ്ലെയിം ചെയ്യാതെ അവന് നല്ല രീതിയിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് ഇൻവോൾവ് ചെയ്യിച്ച് അവനത് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവൻ അതുപോലെ കാണിക്കും. ഒരിക്കലും ആസ് ആൻ അഡൾട്ടിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഒരിക്കലും കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ വിലയിരുത്തരുത്. ആസ് ആൻ അഡൾട്ട് നമ്മൾക്ക് ആ എൻഡ് റിസൾട്ടേ താല്പര്യമുള്ളൂ. പക്ഷെ കുട്ടികൾ ആ ഒരു പ്രോസസ്സും കൂടെ എൻജോയ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് അവർ അത്രയും സമയം എടുക്കുന്നത്. അവർക്ക് അത് ചെയ്യാൻ അവസരം കിട്ടിയതിലുള്ള ഭയങ്കര ഒരു പ്രൈഡ് ആയിരിക്കും, ഒരു പ്രൗഡ് മൊമെന്റ്. അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു അച്ചീവ്മെന്റ്, ആ ഒരു അക്കംപ്ലിഷ്മെന്റ് അവർക്ക് ഫീൽ ചെയ്യാൻ ഞാൻ കൊള്ളാന്നുള്ള രീതിയിൽ സ്വയം ഒന്ന് പാറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ അവർ മാറും. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആകുന്ന ഒരു ടൈമാണ് ശരിക്കും ഒരു 2 to 3 years എന്ന് പറയാം. ചില 1 വയസ്സ് കഴിയുമ്പോഴേ ചെറുതായിട്ട് തുടങ്ങും. അപ്പൊ ഇതൊക്കെ ശരിക്കും വലുതാകുമ്പോഴുള്ള ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് അങ്ങനെയുള്ള ക്വാളിറ്റീസിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നെത്തിക്കും. അപ്പൊ അങ്ങനെ അവരുടെ ചോയ്സസ്, അവരെ ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ അതൊക്കെ പാരന്റ്സ് നമ്മൾ അലോ ചെയ്യണം എന്നാണ് പറയുന്നത്. പാരന്റ്സും കെയർ ഗിവേഴ്സും കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒരു സെൻസ് ഓഫ് ഓട്ടോണമി, ഒരു തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ. പോട്ടി ട്രെയിനിങ് ആണ് ഈ ഒരു സമയത്ത് നടക്കേണ്ടത്. കാരണം ആഫ്റ്റർ 3 years കുട്ടി സ്കൂളിലേക്കാണ് പോകുന്നത്. സോ പോട്ടി ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവിടെ ഫിസിക്കൽ ആ ഒരു ആക്ടിവിറ്റീസ്, ബവൽ ബ്ലാഡർ കൺട്രോളിലൊക്കെ ഒരു കൺട്രോൾ വരും. പിന്നെ അതുപോലെ തന്നെ കുട്ടി ഓരോ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇപ്പൊ ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുന്നത് അവർക്കൊരു കൺട്രോൾ ഉണ്ടാകും. വെള്ളം പുറത്തേക്ക് തെറിച്ചു പോകാതെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാട്ടോ. മോണ്ടിസോറി എൻവയോൺമെന്റിലൊക്കെ അങ്ങനെയാണ്. 2 ബൗൾ വെക്കുക, ഒരെണ്ണം എംറ്റി, ഒരെണ്ണത്തിൽ വെള്ളം ഉണ്ടാവണം. ഒരു സ്പൂൺ പ്രൊവൈഡ് ചെയ്യാം, മറ്റേ ബൗള് ഫില്ല് ചെയ്യിക്കാം. ഒരു മാറ്റോ എന്തെങ്കിലും ക്ലോത്ത് പീസൊക്കെ വിരിച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് ചെയ്യിക്കുക. അപ്പൊ വെള്ളം വീഴുവാണെങ്കിൽ അതിന്റെ മുകളിലല്ലേ വീഴും. ആ ഒരു രീതിയിലൊക്കെ അങ്ങനെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചില ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഫിംഗേഴ്സ്, ഫൈൻ മോട്ടോർ സ്കിൽസ്, ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ്. എന്നാലാണ് അവർക്ക് പെൻസിൽ ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പെൻസിൽ മാത്രമല്ല, എന്ത് സാധനം, ഇപ്പൊ ഒരു ഗ്ലാസ് ഇങ്ങനെ പിടിക്കണമെങ്കിൽ അവർക്ക് ആ ചെറിയ വിരലുകളുടെ മസിൽസിന്റെ ഡെവലപ്മെന്റ് വളരെ മസ്റ്റാണ്. അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. പിന്നെ പെക്കിങ്, ക്ലോത്ത് പെക്സ് ഉണ്ടല്ലോ, ക്ലോത്ത് ക്ലിപ്പ് ഒക്കെ നമുക്ക് എന്തായാലും വീട്ടിൽ അവൈലബിൾ ആയിരിക്കും. ചെറിയൊരു കുറച്ചൊരു വട്ടമുള്ള ഒരു ബൗൾ എടുക്കുക, ഒരു 10-12 ക്ലോത്ത് ക്ലിപ്സ് ആ ബൗളിൽ വയ്ക്കുക. എന്നിട്ട് ഈ ബൗളിന്റെ ആ ഒരു സർക്കംഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു എഡ്ജസിൽ ഈ ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. പെക്കിങ്, ക്ലോത്ത് പെക്സ് ആയതുകൊണ്ട് പെക്കിങ് എന്നാണ് ആ ഒരു ആക്ടിവിറ്റിക്ക് പറയുന്ന പേര്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കുട്ടിയുടെ ഈ വിരലാണ് റിസീവർ. ഈ 3 വിരലുകളാണ് കൂടുതൽ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫിംഗേഴ്സിന്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ്. അവർ പിന്നീട് എഴുതാനായിട്ട് പെൻസിൽ പിടിക്കുമ്പോൾ വരയ്ക്കാൻ, എഴുതാനൊന്നും അവർക്ക് ബുദ്ധിമുട്ട് വരില്ല. അല്ലാതെ നേരെ കൊണ്ടുവന്ന് അവരെ എഴുതിപ്പിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ വല്ലാതെ വേദന എടുക്കും. കാരണം അവരുടെ മസിൽസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കും. കുട്ടി വെറുതെ പറയാ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് പെയിൻ ഉണ്ടാവും. അതിനു മുമ്പേ നമ്മൾ ഈ മസിൽസിനെ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഓക്കെ. ഒരു ഓട്ട മത്സരത്തിനൊക്കെ പോകുന്നവര്, ഭയങ്കര ഒരു ഓട്ട മത്സരമാണെങ്കിൽ പോണതിന് മുമ്പ് നല്ലപോലെയൊക്കെ ഒരു വാമപ്പ് എക്സസൈസും കുറച്ചൊക്കെ ഒന്ന് ഓടി പ്രാക്ടീസ് ഒക്കെ ചെയ്യുമല്ലേ. അല്ലെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് ഓടുമ്പോൾ ഒരു മസിൽ കയറി പിടിക്കും. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. മസിൽസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അവര് പ്രാക്ടീസ് ചെയ്യുന്നതും. കളിക്കളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു കൂളിംഗ് ടൈം കിട്ടുമ്പോൾ ആ സമയത്ത് അവരൊരു വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യും അല്ലെ. ബോഡി ഒന്ന് വാമപ്പ് ചെയ്യാനും മസിൽസ് ഒന്ന് സ്ട്രെച്ച് ആവാനും ഒക്കെ ആയിട്ട്. പെട്ടെന്ന് ഓടുമ്പോൾ ഈ പറയുന്ന മസിൽ കയറി പിടിക്കും. അവർക്ക് ഭയങ്കര സ്പ്രെയിൻ വരുമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവരെ സംബന്ധിച്ച് വലിയൊരു ആക്ടിവിറ്റിയാ പെൻസിൽ പിടിച്ച് കുറച്ചൊരു 10 മിനിറ്റ് എഴുതുക എന്ന് പറയുന്നത്. ആ 10 മിനിറ്റിന് 5 മിനിറ്റ് മുമ്പേ അവര്
കൈ വേദന എടുക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ വേദന എടുക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ മസിൽസിനെ ആദ്യം സ്ട്രെങ്തൻ ചെയ്യിക്കും. അപ്പൊ എഴുത്ത് തുടങ്ങണതിന് മുമ്പ് കുറെ പ്രീ റൈറ്റിംഗ് എക്സസൈസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ അതുപോലെ പ്രീ റൈറ്റിംഗ് എക്സസൈസ് ആണ്. നമുക്ക് വീട്ടിലെ കുട്ടികളെ മണ്ണിൽ എഴുതിക്കാം. ആ മണ്ണിൽ എഴുതിക്കുമ്പോൾ അവർക്ക് ഒരു സ്റ്റിമുലേഷൻ കിട്ടും മൺതരികളിൽ നിന്ന്. അപ്പോൾ അവരുടെ ആ ഒരു മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളോട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അറിയാം, മോണ്ടിസോറിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് അത്രയും പെട്ടെന്നാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ, എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഈ ഒരു സാധനം കൊണ്ടുപോയി നോക്കിക്കോ, എഴുതാത്ത കുട്ടികൾ വരെയും എഴുതാൻ തുടങ്ങും. കുറേ പേർക്ക് റിസൾട്ട് ഉള്ളതാണ്. എഴുതില്ല എന്ന് പറഞ്ഞ ടീച്ചർ അവോയ്ഡ് ചെയ്ത് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുള്ള കുട്ടി വരെയും എഴുതി. അങ്ങനെയൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു മെറ്റീരിയലാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് കാണാൻ ഭംഗിയില്ലല്ലോ, ഫോം ഷീറ്റ് ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ പേര് വളരെ ഭംഗിയായിട്ട് ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്ത് ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സിംപ്ലി അത് നെഗ്ലക്ട് ചെയ്യുള്ളൂ. കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു സ്റ്റിമുലേഷനും കുട്ടിയുടെ ബ്രെയിനും ഉണ്ടാവില്ല, ഫിംഗേഴ്സിനും കിട്ടില്ല. അത് മാത്രമല്ല, ഗ്ലിറ്റർ പേപ്പറിന്റെ ഗ്ലിറ്റർ കുട്ടിയുടെ കയ്യിലാകും, അവർ മൂക്കി വെക്കും, വായിൽ വെക്കും, അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് നമ്മുടെ സപ്പോർട്ട്, ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ് കുട്ടിയെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതല്ല. കുട്ടി തന്നെ ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ ചെയ്തിട്ട് ഫുഡ് ചോയ്സസ്, ടോയ് പ്രിഫറൻസസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാവരുടെയും അടിച്ചേൽപ്പിക്കില്ല. ക്ലോത്തിങ് സെലക്ഷൻ ഉണ്ടാവും. അത് മാത്രം നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാണ്ട് വരും. കാരണം അവരുടെ ഒരു സെലക്ഷനൊക്കെ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതി, നമ്മൾ ഭയങ്കര അവരെ നല്ലൊരു ഡ്രസ്സിൽ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വാങ്ങിച്ചു കൊണ്ടുവരും. കുട്ടിക്ക് അത് ഇഷ്ടപ്പെടില്ല. എന്നും ഇടുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ പോട്ടെ, പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴേക്കും ഇട്ടിട്ടിട്ടിട്ടിട്ട് നരച്ച് ഒരുമാതിരി ആയിട്ടുള്ളത് തന്നെയായിരിക്കും കുട്ടിക്ക് താല്പര്യം. അങ്ങനെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് സക്സസ് എന്ന് പറയുന്നത് അവരുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആകുന്ന ആ ഒരു ഫീലിംഗിലേക്ക് അവരെ കൊണ്ടുപോകും. ഓട്ടോണമി. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓരോ സ്റ്റേജും അടുത്ത സ്റ്റേജിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ആ ഒരു സ്റ്റെപ്സ് തന്നെയാണ്. നെക്സ്റ്റ് ഫീൽഡിൽ അവർ കോൺഫിഡന്റ് ആയിട്ട് പോകണമെങ്കിൽ പ്രീവിയസ് സ്റ്റേജസ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകും. ഫെയിലിയർ ആണെങ്കിൽ ഷെയിം, ഡൗട്ട് ഒക്കെ ആയിരിക്കും അവർക്ക് വരുന്നത്. സെക്യൂർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും, കോൺഫിഡന്റ് ആയിരിക്കും ഈ ഒരു സ്റ്റേജ് അവർ സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ. പിന്നെ ശരിക്കും ആ ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ അവർക്കൊരു ഷെയിം ഫീൽ ചെയ്യും. അതേസമയം ഇതൊരു ബാലൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് സക്സസ്ഫുൾ ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ലല്ലേ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരികയാണെങ്കിൽ ഓക്കെ, എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ. ഓൾറെഡി അവൻ കുറെ കാര്യങ്ങൾ തന്നെ ചെയ്തു, ഏതോ ഒന്നോ രണ്ടിലോ അവനൊരു ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പൊ അത് ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ ബില്ല് കറക്റ്റ് ആയിട്ട് തന്നെ, പിന്നെ അവരത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഞാൻ അത്ര മോശമൊന്നുമില്ല, ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്തല്ലോ, ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവാറില്ല. ഓ, ഞാൻ ഇതിലൊക്കെ ഗുഡ് ആണല്ലോ. അതൊരു ഡിഫൻസ് മെക്കാനിസം ആട്ടോ, നമ്മുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഒരു മെന്റൽ മെക്കാനിസം ആണത്. ഞാൻ ഗുഡ് ഇൻ ദിസ്, പിന്നെ എന്താ പ്രശ്നം, എനിക്കിതും എങ്ങനെ എന്തായാലും ട്രൈ ചെയ്യുന്ന ഞാനത് ശരിയാക്കും എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പോലെ തന്നെ കുട്ടികളിലുണ്ട്. നെക്സ്റ്റ് വൺ സ്റ്റേജ് 3 ആണ്. അപ്പൊ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് പറഞ്ഞു. സ്റ്റേജ് 3 നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്തുന്ന പ്രായം അല്ലെ, പ്രീ സ്കൂൾ. 3 to 5 അല്ലെങ്കിൽ 6 years, 6 തന്നെ വിചാരിച്ചു, 3 to 6 years ആ ഒരു പ്രീ സ്കൂൾ ഏജ്. കുട്ടികളെ സ്കൂളിലേക്ക് പോയി തുടങ്ങുന്നു. അവർ ഇതുവരെയും ജീവിച്ചു പോയ ഹോം എന്ന എൻവയോൺമെന്റ് മാത്രമല്ല, അടുത്ത എൻവയോൺമെന്റിന്റെ അടുത്ത ഫേസിലേക്ക് അവർ വരുവാണ്, സ്കൂള്. അപ്പൊ കുട്ടിയുടെ ഡെവലപ്മെന്റ് വീടും സ്കൂളുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ സൊസൈറ്റിയിലേക്കും കണക്റ്റഡ് ആവും. ഈ ഒരു പ്രായം എന്നല്ല, ചെറിയ പ്രായം തുടങ്ങി ഏതൊരു മനുഷ്യനുള്ളൊരു ടെൻഡൻസിയാണ് എക്സ്പ്ലോർ ചെയ്യുക അല്ലെ. അതുകൊണ്ടാണ് ആൾക്കാർ ഒരു അവസരം കിട്ടിയ അപ്പൊ യാത്ര ചെയ്യും. വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ട്രിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ശ്രദ്ധിച്ചറിയാം, ആളുകൾ മുഴുവനും യാത്രകളാണ്. അവർ മാറ്റി വെക്കുന്നില്ല. തോന്നുന്നതാണെങ്കിൽ അവിടേക്ക് അവർ പോയിരിക്കും. അപ്പൊ കുട്ടികൾക്കും ഉള്ളതാണ് ഈ ഒരു എക്സ്പ്ലോറേഷൻ എന്നുള്ളത്, എല്ലാം കാണാനും
വീടിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊരു ആൻസൈറ്റി, എന്തൊരു ഇൻട്രസ്റ്റും ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക് അല്ലെ. അപ്പൊ എക്സ്പ്ലോറേഷൻ എല്ലാ ഹ്യൂമണിനും ഉള്ളൊരു ടെൻഡൻസി തന്നെയാണ്. കൊച്ചുകുട്ടി തുടങ്ങി എത്ര പ്രായമായാലും എക്സ്പ്ലോറേഷൻ ആ ഒരു ടെൻഡൻസി എല്ലാ ഹ്യൂമൻ ബീയിങ്ങും ഉണ്ട്. ഈ ഒരു സമയത്ത് ഇവര് തന്നെ പല കാര്യങ്ങളും ഇനീഷ്യേറ്റീവായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനീഷ്യേറ്റീവ് പലതും അവര് ലീഡ് ചെയ്യാൻ മുന്നോട്ട് വന്ന് ചെയ്യാൻ തുടങ്ങും. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം ചില കുട്ടികൾ ചാടി വരും, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു വരുന്നത് പോലെ അല്ലെ. ആ ഒരു ഇനീഷ്യേറ്റീവ് ആവും. അതേസമയം ഈ ഒരു സ്റ്റേജിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രീവിയസ് സ്റ്റേജസ് വളരെ ഡൗൺ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഗിൽട്ട് ഫീൽ ആയിരിക്കും. ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നിട്ട് അവരങ്ങ് വിത്ഡ്രോ ചെയ്ത് ഉൾവലിഞ്ഞ് നിൽക്കും. അവിടെ നമ്മുടെ ശ്രദ്ധ നമുക്ക് ഇവിടെ റെസ്പോൺസിബിലിറ്റി ചെറുതൊന്നുമല്ല. കാരണം ഈ 3 to 6 നമുക്ക് വേണമെങ്കിൽ പ്രീവിയസ് സ്റ്റേജസിലെ കുറവുകൾ നമ്മൾക്ക് എഫേർട്ട് എടുത്ത് നികത്താനായിട്ട് പറ്റും ഒരു കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. അതിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് എല്ലാം സ്കൂളുകളിൽ ഉണ്ടാവും. ടീച്ചേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യും അല്ലെ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനെയാണ്. അവിടെ നമുക്ക് അവരെ കിട്ടുവാണെങ്കിൽ നമ്മള് ഇതുപോലെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ടീച്ചർ ഒരിക്കലും കുട്ടി മാത്രമായിട്ടല്ല കണക്റ്റഡ് ആയിരിക്കുന്നില്ലേ, ആ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ 20 ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആണ്. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി സ്റ്റാറ്റസ്, പാരന്റ്സിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ടീച്ചർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പല ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആവേണ്ട ഒരു വ്യക്തി തന്നെയാണ് ടീച്ചർ. ഒരു സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു സൊസൈറ്റിയിൽ ആ ടീച്ചർക്ക് കിട്ടുന്ന റെസ്പെക്ട് അത് ചെറുതൊന്നുമല്ല. കുട്ടിയുടെ ടീച്ചറാന്ന് പറയുമ്പോൾ ആ വീട്ടിലും അയൽവക്കത്തും നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്ന് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പെരുമാറും. അതാണ് ആ ഒരു ഡിഫറൻസ്. അതാണ് നമ്മുടെ കുട്ടിയുടെ ടീച്ചറാണ്. കുട്ടിയെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്, കുട്ടിയെ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ചെറുതൊന്നുമല്ല. അപ്പൊ നമ്മൾക്ക് പ്രീവിയസ് 2 സ്റ്റേജസിലും കുട്ടിക്ക് ഒരു ഡിഫോമിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത്. പലതും മുന്നോട്ട് വന്ന് ചെയ്യാൻ ആയിട്ട് ഒരു പവർ അവർക്ക് കിട്ടുന്നതാണ്. അതിപ്പോ പിന്നെ സോഷ്യലൈസ് ചെയ്യുന്നു. അവരുടെ ഏജിലുള്ള കുട്ടികളെ അവർ കാണുന്നു, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ആ സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കും. ഈ ഒരു സ്റ്റേജ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് കേപ്പബിൾ, അവന്റെ കപ്പാസിറ്റിയിൽ ഒരു വിശ്വാസം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ലീഡ് ചെയ്യാനായിട്ടും പറ്റും. അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പല കാര്യങ്ങളിൽ അവരെ ലീഡ് ചെയ്യാനായിട്ടും പറ്റും. അതേസമയം ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ് കുട്ടികളിൽ ആ ഒരു സമയത്ത്. ഈ ഒരു സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഫെയിൽ ആവുകയാണെങ്കിൽ കുട്ടിക്കൊരു ഗിൽട്ട്, ഞാൻ ഐ എം നോട്ട് ഗുഡ് ഫോർ എനിത്തിങ്, ആ ഒരു രീതിയിൽ ഒരു സെൽഫ് ഡൗട്ട്, എപ്പോഴൊരു എനിക്ക് പറ്റൂ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കുറവ്, അങ്ങനെ ലീഡ് ചെയ്ത് മുന്നോട്ട് വന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ മടി തോന്നും. അതാണ് ഈ ഒരു ഏജിൽ പറ്റിയത്. കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു. ഒരു മുന്നോട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ആ രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇനി സ്റ്റേജ് 4 ആണ്. നമ്മളിപ്പോ പ്രീ സ്കൂൾ ഏജ് പറഞ്ഞു 6 ഇയേഴ്സ് വരെ. ഇനി 6 ഇയേഴ്സ് തുടങ്ങി സ്കൂൾ ഏജ്, അതാണ് സ്റ്റേജ് 4. സ്കൂൾ അതായത് ഒരു എലമെന്ററി സ്കൂൾ അല്ലെ, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ഒരു ഏജിലേക്കൊക്കെ ആയിക്കഴിഞ്ഞു. 6 to 11 ഇയേഴ്സ്, ജസ്റ്റ് അഡോളസൻസിന് മുൻപ് അല്ലെ. ഒരു സമയത്ത് അവര് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിരിക്കും. എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയസ്, ആ ഒരു എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും. സ്കൂളാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലം. അവിടെ പല പല ആക്ടിവിറ്റീസ് ഉണ്ടാകും. പലതിലും അവർ മുന്നോട്ട് വരും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യാൻ താല്പര്യം തോന്നും. കാരണം അവരുടെ ബോഡിയിലും ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണ്. അവർ കൂടുതൽ ഇമ്മ്യൂൺ ആകുന്നു. അസുഖങ്ങൾ വരാത്ത രീതിയിൽ അവർക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നു. മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. അവർക്ക് സോഷ്യൽ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെയാണ് ബോഡി ഫിറ്റ് ആക്കുന്ന രീതിയിലുള്ള പല ഗ്രൂപ്പായിട്ടുള്ള ഗെയിംസിനോടൊക്കെ താല്പര്യം തോന്നുന്നു. അവർ കൂടുതൽ അവരുടെ ഏജ് ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യും.
കോൺഫിഡൻസ് അവർക്ക് ഫോം ചെയ്യാണ്. പിന്നെ സ്കൂളിൽ പല പല ആക്ടിവിറ്റീസ്, സയൻസ് എക്സിബിഷൻ, അങ്ങനെയുള്ള എക്സിബിഷൻസ് ഒക്കെ നടത്തുന്നത് ഈ ഒരു പ്രായത്തിലെ കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പൊ അവരായിട്ട് തന്നെ പലതും ക്രിയേറ്റീവ് ആയിട്ട് അവർ ചെയ്യാനായിട്ട് തുടങ്ങും, ഇന്നോവേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഇൻഡസ്ട്രിയസ്, വളരെയധികം എൻകറേജിങ്, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് അവർ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അത് പറ്റാത്ത കുട്ടികൾ ഇൻഫീരിയർ ആയിട്ട് മാറും, ഒരു മാറി നിൽക്കും, ഇതിലും പങ്കെടുക്കാതെ ഒരു ഇൻഫീരിയർ ആയിട്ട് നിൽക്കും, ഞാനൊന്നും ചെയ്താൽ ശരിയാവുന്നു, ആ ഒരു രീതിയിലായി. കണ്ട മൂവീസിലൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ അക്കാദമിക് ഡിമാൻഡ്സ്, അതായത് അവര് കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഈ ഒരു ഏജിൽ വരും സ്കൂളിൽ തന്നെ. നല്ല സക്സസ് ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു വിജയം ആ ഒരു രീതിയിൽ പോകും. പക്ഷെ ഫെയിലിയർ ആണെങ്കിൽ അവര് വളരെയധികം ഇൻഫീരിയർ ആയിട്ട് പോകും. ഇനി അടുത്ത സ്റ്റേജ് 5 ആണ്. സ്റ്റേജ് 5 അഡോളസൻസ്, അല്ലെ? പാരന്റ്സ് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കുന്ന ഒരു പ്രായം, 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ, ആ ഒരു പീക്ക് ടൈം, ടീനേജ്, അല്ലെ? ആ ഒരു ടൈം അഡോളസൻസ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നു. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണ് അവർക്കെല്ലാം. ഈവൻ ഒരു ഫാമിലിയുടെ ഒരു യൂണിറ്റ് ആണെങ്കിൽ കൂടിയും അവർക്ക് ഔട്ട്സൈഡ് റിലേഷൻഷിപ്പിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ സൂപ്പർ ഹീറോസ് അങ്ങനെ ആരെങ്കിലും റോൾ മോഡൽ ആക്കുക, അഡൽട്ട് ആയിട്ടുള്ള ഒരാളെ റോൾ മോഡൽ ആക്കുക, അഡൽട്ട് ആയിട്ട് ഒരാളുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടാവുക, അവര് പറയുന്നത് കേൾക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ പോകും. അപ്പോൾ ഈ ഒരു ടൈമില് വീട്ടിലുള്ള അഡൽട്ട്, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ചേട്ടൻ, അങ്ങനെ ആരാണോ, അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ അവർ പുറത്ത് ഒരാളെ തേടി പോകില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് നമ്മളോട് ഷെയർ ചെയ്യും. അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ്, പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പൊ ആ ഒരു ഇതൊക്കെ നമുക്ക് അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവരവരുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു കുട്ടിയെ പറ്റി പറയുമ്പോൾ അവന് അതാണ്, അങ്ങനെ ആ ഒരു രീതിയിൽ ഐഡന്റിറ്റി ഉണ്ടാക്കും. അപ്പൊ അത് നടക്കുന്ന ഒരു പ്രായമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ഒരു റിയാക്ട് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വാദിക്കുക, ജസ്റ്റിസ് അതിന് ഭയങ്കരമായിട്ട്, പിന്നെ എക്സിസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി അവർ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക, അവർക്ക് എന്തിനും ഒരു പ്രൂഫ് വേണം, അങ്ങനെ എക്സിസ്റ്റൻസ് പറയാനായിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം അവർ ചിന്തിക്കാനും സംസാരിക്കാനും തുടങ്ങുന്നത്, ഇതിനെ കുറിച്ചൊരു അഭിപ്രായം അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുന്ന ഒരു സമയം. നെക്സ്റ്റ് യങ് അഡൾട്ട്ഹുഡ്, ആഫ്റ്റർ 18 ഇയേഴ്സ് കഴിയുമ്പോൾ 19 to 40 ഇയേഴ്സ്. ഈ നേരത്തെ പറഞ്ഞ കേസിൽ അവർക്ക് ഇതൊന്നും ശരിയായ രീതിയിലല്ല അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് പോകുന്നെങ്കിൽ പല കാര്യങ്ങളെ പറ്റി അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അവർക്കൊന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ പലതും അവരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ പോലെ കിടക്കും. യങ് അഡൾട്ട്ഹുഡ് 19 തുടങ്ങി 40 ഇയേഴ്സ് വരെ. നമുക്കറിയാം ഈ ഒരു പ്രായത്തിലാണ് നമ്മളുടെ അക്കാദമിക്സ് ഒക്കെ, നമ്മൾ ഒരു കരിയർ എന്താണ്, അങ്ങനെയൊക്കെയുള്ള അംബീഷൻസ്, ആ ഒരു ആസ്പിറേഷനിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ലൈഫ് ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ എത്തുവാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ ഫാമിലി ലൈഫ്, മാരേജ് ലൈഫിലേക്ക് എത്തും. അങ്ങനെ ആ ഒരു രീതിയിൽ പോകും. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ഇന്റിമസി ഒക്കെ തോന്നുന്ന ഒരു പ്രായം. അതേസമയം അങ്ങനെ ആരും ഇല്ലാതായി പോകുന്നവര് ഐസൊലേറ്റഡ് ആയി പോകും. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അവർ ഐസൊലേറ്റഡ് ആയിട്ട് സമയത്താണ് മാരേജ് ഒക്കെ നടക്കുന്നതും കരിയറിൽ ഒരു പൊസിഷനിൽ എത്തുന്നതും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് വരും. പിന്നെ യങ് അഡൾട്ടൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഒരാളൊരു പാർട്ട്ണർ വേണം, അങ്ങനെയുള്ള രീതിയിൽ ലവിങ് റിലേഷൻഷിപ്പ് ഉണ്ടാകും. അവർക്ക് താല്പര്യമുള്ള വ്യക്തിയുമായിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ അത് സ്ട്രോങ് റിലേഷൻഷിപ്പിലേക്ക് മാറും. അത് പിന്നെ ഒരു ഫാമിലി ലൈഫിലേക്ക് പോകും, ഫാമിലി സെറ്റ് ആവും. പക്ഷെ അതേസമയം ഫെയിലിയർ ആണെങ്കിൽ പലപ്പോഴും ലോൺലിനെസ്, ഐസൊലേഷൻ, പലപ്പോഴും ഈ പ്രായങ്ങളിലൊക്കെ ബ്രേക്കപ്പ് ഒക്കെ നടക്കുന്നത് ഭയങ്കരമായിട്ട് ചിലരെ ബാധിക്കും. അവർ പിന്നെ ഐസൊലേഷനിലേക്ക് പോകും, ലോൺലിനെസ്, അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഐസൊലേഷനിലേക്ക് പോകാനായിട്ട് ചാൻസ്. ക്ലോസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു ഈ ഒരു പ്രായത്തില്. സക്സസ്ഫുൾ ആകുന്നവര് ഒരു ഫാമിലി ലൈഫ് സെറ്റിൽ ആക്കുന്നു, അല്ലാത്തവര് ഭയങ്കരമായിട്ടും ഐസൊലേറ്റഡ് ആയിട്ട് പോകും. ലോൺലിനെസ്, ചിലപ്പോൾ ഡിപ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ചിലർ അതിൽ നിന്ന്
പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്ന് നെക്സ്റ്റ് മൂവ് എന്നുള്ള രീതിയിൽ അങ്ങനെയും പോകാറുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ സക്സസ്ഫുള്ളി അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. നെക്സ്റ്റ് സ്റ്റേജ് 7. 40 years വരെ നമ്മൾ പറഞ്ഞു അല്ലെ, ആ ഒരു മിഡിൽ ഏജ് ആകുന്നവരെ നമ്മൾ പറഞ്ഞു. സ്റ്റേജ് 7 ദാറ്റ് ഇസ് മിഡിൽ അഡൾട്ട്ഹുഡ്, ഒരു മധ്യവയസ്സ്, ആ ഒരു പ്രായം എന്നുള്ള രീതിയിൽ 40 to 65 years. നമ്മൾ പ്രീവിയസ് സ്റ്റേജസ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് അയാൾ നല്ലൊരു കരിയറിൽ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാകും, നല്ലൊരു പാരന്റ് ആയിട്ടുണ്ടാവും, കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ടുണ്ടാവും. ആ ഒരു സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ. അല്ലാതെ വരുന്നവര് വല്ലാത്തൊരു നിരാശയിലേക്കും അന്നത്തെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകും. ജീവിക്കാൻ പറ്റുന്ന നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക, കുട്ടികൾ ഉണ്ടാകുക, ഒരു പോസിറ്റീവായിട്ട് ലൈഫ് പോവുക. പിന്നെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല നേട്ടങ്ങൾ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും പല കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഫെയിലിയർ എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും ഈ ഒരു ഫെയിലിയർ വരുമ്പോഴേക്കും അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല ആ ഒരു രീതിയിലേക്ക് അവർ പോകും. അവരുടെ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ പാർട്ട്നർ സൈഡിൽ നിന്ന് അങ്ങനെയുള്ളതായിരിക്കാം, കുട്ടികളുടെ കാര്യങ്ങളിൽ ശരിയല്ലാത്ത രീതിയിൽ, ഫാമിലിയിൽ പലതും, അല്ലെങ്കിൽ ഒരു വീടാക്കാനോ നല്ലൊരു ജോലിയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ശരിയാകാതെ വരുമ്പോൾ അവിടെ ഫെയിലിയർ ആയിട്ട് വരും. അൺപ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. അവർക്ക് ലോകത്ത് ജീവിക്കുന്ന തന്നെ ഭയങ്കര ഒരു ടഫ് ഉള്ള രീതിയിൽ അവരായി മാറും. നെക്സ്റ്റ് സ്റ്റേജ് 8, ആ ഒരു ലാസ്റ്റ് സ്റ്റേജ്. നമ്മൾ ലൈഫ് സ്പാൻ ആണല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു ടിൽ ഡെത്ത് എന്നുള്ള രീതിയിൽ മെച്യൂരിറ്റി 65 to ഡെത്ത്. പ്രീവിയസ് സ്റ്റേജസ് ഒക്കെ ലൈഫിലൊക്കെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി, കരിയർ സക്സസ്ഫുൾ ആയി, കുട്ടികളുടെ കാര്യം ഓക്കെ, ഫാമിലി വൈസ് ദർ ഇസ് നോ ഇഷ്യൂ, എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടൊക്കെയാണ് ജീവിച്ചത്. എല്ലാ അച്ചീവ്മെന്റ്സും നേട്ടങ്ങളും എല്ലാം ഉണ്ടായി. ബുദ്ധിമുട്ടുകളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നല്ലൊരു സന്തോഷം. യെസ്, ഞാൻ നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ നല്ല സമാധാന ജീവിതം, വിശ്രമം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് അങ്ങനെ പോകും. അതേസമയം ചിലര് ഭയങ്കരമായിട്ട് ഡെസ്പെയറിലേക്ക് പോകും. ഇത്രയും കാലം ജീവിച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കി, ഒന്നും ഉണ്ടായില്ലല്ലോ, മക്കളൊരു വഴിക്ക് പോയി, അല്ലെങ്കിൽ മക്കൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ വീട് ആക്കാൻ പറ്റിയില്ല, കടങ്ങൾ മാത്രമായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഡെസ്പെയറിലേക്ക് പോകുന്നത്. അതാണ് നമ്മൾ ചിലപ്പോൾ കേൾക്കാറില്ലേ, പ്രായമാകുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ചില കേസസ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ ഞാൻ ജീവിച്ചിരുന്നത് എന്ത് കാര്യം, ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു ഇതൊക്കെ വരും. അതേസമയം ലൈഫിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രീവിയസ് സ്റ്റേജിന്റെ എല്ലാ റിഫ്ലക്ഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ എറിക്സന്റെ കുറെ സ്റ്റേജസ്, അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ. 8 സ്റ്റേജ് ആയിട്ട് പല പല ഏജ്, ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ മുഴുവനും ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി അത് ഡെവലപ്പ് ചെയ്യുന്നു അദ്ദേഹം ഈ സൈക്കോസോഷ്യൽ സ്റ്റേജിലൂടെ അദ്ദേഹം പറഞ്ഞത്. ആ ഒരു ഡെവലപ്മെന്റ് പിന്നെ ഇതിലെയും ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രോഡായിട്ട് നമുക്കൊരു ഐഡിയ തന്നു അല്ലെ, ഒരു ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്താണ് റിക്സൺ അങ്ങനെ ഒരു ബ്രോഡായിട്ട് ഒരു എൻറ്റയർ ലൈഫ് സ്പാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേസമയം പിയാജെ ഒന്നും എൻറ്റയർ ലൈഫ് സ്പാനിനെ കുറിച്ചല്ല പറഞ്ഞത്. കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്ന ആ കാലഘട്ടം മാത്രമാണ് പിയാജെ പറഞ്ഞത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞപ്പോഴും അദ്ദേഹം വേറെ പല കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ജനറലൈസ് ചെയ്ത് ചില വൈഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനും പറയാൻ പറ്റില്ല. പക്ഷെ റിക്സൺ കുറെ വൈഡ് ആയിട്ട് എൻറ്റയർ ലൈഫ് സ്പാനിൽ ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമാണ് അല്ലെ. നമ്മളും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വരെയുള്ള നമ്മുടെ ലൈഫിൽ നമ്മളും ഇതുപോലെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ കാണുന്നുണ്ടാവും വേറെയും പലരുടെ ഐഡന്റിറ്റി ആണ് അദ്ദേഹം, ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ ആണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയില്ലേ, നമ്മളുടെ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ ഒരു ഐഡന്റിറ്റി എന്നുള്ളത് പറയും. അത് ചിലപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും സ്കില്ലായിരിക്കാം. ആ ഒരു സ്കില്ലിൽ അയാൾ ഭയങ്കര എക്സ്പേർട്ട് ആണ്. ചിലപ്പോൾ നല്ലപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതും അങ്ങനെ പ്രോഗ്രാമിങ് ചെയ്യുന്നതും. ദാറ്റ് മീൻസ് ഒരാളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യില്ലേ ചില കാര്യങ്ങൾ വെച്ചിട്ട്,
ചിലരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും പറയുന്നത്, ലോങ് ഹെയർസ്, അല്ലെങ്കിൽ നല്ല കണ്ണ്, നല്ല മൂക്ക്, ലൈക്ക് അങ്ങനെ ചിലർ പറയും ചില ആളുകളെ കുറിച്ച്. പിന്നെ നല്ല ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഫിസിക്കൽ അല്ലാതെ നമ്മുടെ സ്കിൽ റിലേറ്റഡ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്കിൽ റിലേറ്റഡ് ആയിട്ടും കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെയും ഐഡന്റിറ്റി പറയാറുണ്ട്. ഇവിടെ എറിക്സൺ അത് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഐഡന്റിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ. ഇതെല്ലാം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് എറിക്സന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ കാണുന്നത്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ ഒരു എൻവിയോൺമെന്റ്, വ്യക്തി കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയാലാണ് അയാൾക്കൊരു പേഴ്സണാലിറ്റി അയാളുടെ ഡെവലപ്പ് ആകുന്നത് എന്നുള്ള രീതിയിൽ എറിക്സൺ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ 3 പേരുടെ കഴിഞ്ഞു കേട്ടോ. പിയാജെ, സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക്സൺ. ഇതില് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോഡൽ ഏതാ? നമുക്കിതെല്ലാം വേണം. നമ്മുടെ മറിയ മോണ്ടിസോറി 4 പേരുടെയും അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ 4 പേരുടെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരുടെയും ഒരു 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 രീതിയിൽ കാണുമ്പോൾ യെസ് നമുക്ക് റിലേറ്റബിൾ ആണ്. ഇപ്പൊ എനിക്ക് ചിലപ്പോ എറിക്സന്റെ തിയറി ആയിരിക്കും കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നത്, വേറൊരാൾക്ക് വേറൊരാളുടെ തിയറി ആയിരിക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നത് അല്ലെ. പിയാജെയുടെ പറയുമ്പോ യെസ് മാത്തമാറ്റിക്കൽ ആയിട്ട് ഭയങ്കരമായിട്ട് അനാലിസിസ്, ആ ഒരു ബുദ്ധി കാണിക്കുന്ന ഒരു കുട്ടിയെ റിലേറ്റ് ചെയ്യുമ്പോൾ പിയാജെ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവരിത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ചിന്ത അത് വേറെയായിരുന്നു. അദ്ദേഹം വേറൊരു രീതിയിൽ മനുഷ്യനെ അങ്ങ് ഫോക്കസ് ചെയ്തു. ഇതിൽ അദ്ദേഹത്തിന് ജനറലൈസ് ചെയ്യാൻ കുറെ കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ നമ്മൾക്ക് ട്രൂ റൈറ്റ് എന്ന് നമുക്ക് തോന്നും ചില കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റബിൾ എന്നല്ല, നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. എനിക്ക് എറിക്സന്റെയും അതുപോലെ തന്നെ ഇപ്പൊ പറയാൻ പോകുന്ന വിഗ്ഡോസ്കിയുടെയും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 പേരാണ്. കാരണം കുറെ കൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ലൈക്ക് ശരിയാണല്ലോ, മനുഷ്യര് സോഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അയാളുടെ. നമ്മളിപ്പോ ഒരു ദിവസം ഫുൾ ഡേ പോയിട്ട് ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക. ആൾക്കാർ ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ്, മൈൻഡ് എംപവർമെന്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പോവാറുണ്ടല്ലോ. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതോ ഇന്നലെ വരെ നമ്മൾ പെരുമാറിയതോ പോലെ ആയിരിക്കില്ല ആ ഒരു ഫുൾ ഡേ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കാലടിയിൽ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയെന്ന് ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന അഡോളസന്റ് കുട്ടികളുമായിട്ട് പോയത്. എനിക്ക് കുപ്പിച്ചില് കണ്ടാ പേടിയാ, ആണിയെ കൈ കുത്തി കീറൂ അങ്ങനെയൊക്കെ പേടിയാ. അവിടെ നമ്മൾ കുപ്പിച്ചിലിന്റെ മുകളിൽ കൂടെ നടക്കുന്നു, ആണി ഇങ്ങനെ ശരശയ പോലെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ കുറെ ഇങ്ങനെ ഒരു ബെഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കിടക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കുറെ പേടികളൊക്കെ ആ ഒരു സെഷനിൽ അങ്ങ് മാറുക. പിന്നത്തെ മെഴുകുതിരി നാക്കിലേക്ക് അങ്ങനെ നമ്മുടെ സാറ് മാമൊക്കെ ആ ഒരു കോഴ്സിന് പോയിരുന്നു. അപ്പൊ നമ്മുടെ മൈൻഡ്, അപ്പൊ ചിലതൊക്കെ നമുക്കൊരു സ്റ്റിഗ്മയാണല്ലേ, അതങ്ങനെ ആയാൽ അങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ അഡാപ്റ്റഡ് ആവുമ്പോഴേക്കും ഇങ്ങനെയുള്ളൂ അങ്ങനെ ഒരു ഫീല് നമുക്ക് വരും. അപ്പം അങ്ങനെ നമ്മൾ മാറുന്നുണ്ടല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവരുടെ 2 പേരുടെ, ബാക്കി ആരുടെയും തെറ്റൊന്നുമില്ല കേട്ടോ പറയുന്നത്. അതിലും കുറെ അനാലിസിസ് ഒക്കെ ശരി തന്നെയാണ്. മീൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തിനോടെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് 4 പേരുടെയും അല്ലെങ്കിൽ 5ഓ 6ഓ ഇനിയും കുറെ പേരുണ്ടാവുമായിരിക്കും. അവരുടെ ഒബ്സർവേഷൻ തെറ്റെന്നല്ല പറയുന്നത്. നമ്മൾക്ക് വായിക്കുമ്പോൾ യെസ് ശരിയാണല്ലോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എറിക്സന്റെ വിഗ്ഡോസ്കിയുടെയുമാണ്. അദ്ദേഹം ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ലെവ് വിഗ്ഡോസ്കി. എനിക്ക് അതിന്റെ സ്പെല്ലൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. എക്സാമിന് വരുമ്പോ എങ്ങനെയാ മിസ് അപ്പൊ ഇതൊക്കെ വരിക? ഈ ചോദ്യം എന്താ ചോദിക്കാത്തേന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ എനിക്കൊരു ഓർമ്മയുണ്ട്. മീൻസ് ഞാൻ ഏത് രീതിയിൽ പോയി. അപ്പൊ നിങ്ങൾ ചില ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും അവരുടെ, അതിനെ ബേസ് ചെയ്തേ ക്വസ്റ്റ്യൻ ചോദിക്കൂ. അല്ലാണ്ട് ഇത് കംപ്ലീറ്റ് കാണാതെ പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓരോരോ സ്റ്റേജ്, ഇപ്പൊ നമ്മളിപ്പോ ആരുടെ പറഞ്ഞ എറിക്സന്റെ പറഞ്ഞു അല്ലെ,
ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യനിൽ സംഭവിക്കാവുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ വേരിയേഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും ഐഡന്റിറ്റി, അതാണ് എറിക്സൺ ഉദ്ദേശിച്ചത് അല്ലെ. അപ്പോ നമുക്കിപ്പോ ഞാൻ ഇതിന് അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല. കൂടി വന്നു കഴിഞ്ഞാൽ പിയാഷെയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലാണ്ട് വേറൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ. അത് മോക്ക് ടെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചോദിക്കാറില്ല, കാരണം ഇത് ശരിക്കും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ആ ഒരു ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ഇല്ലേ, 4-5 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലേ, അതിൽ വരേണ്ടതാണ് ഇത്. അപ്പൊ മറിയ മോണ്ടിസോറിന്റെ മെത്തേഡ് എടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞു തരണം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇത് എടുത്തത്, അല്ലാണ്ട് എക്സാം ചോദിക്കാൻ വേണ്ടി എടുത്തല്ല കേട്ടോ. മറിയ മോണ്ടിസോറി മെത്തേഡ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും ഇവരുടെ ഒബ്സർവേഷൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ. നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുമ്പം അതിന്റെ ചില ഫണ്ടമെന്റൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കില്ലേ. കഷ്ണങ്ങൾ എങ്ങനെ മുറിക്കണം, എത്ര വെള്ളം വേണം, എത്ര ഉപ്പിടണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫണ്ടമെന്റൽ ഐഡിയാസ് നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുമ്പോൾ. ആ ഫണ്ടമെന്റൽ ഐഡിയാസിന് വേണ്ടിയിട്ടാണ് മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ അറിയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ ഒന്ന് അറിയണമെന്ന് തോന്നി. കാരണം മറിയ മോണ്ടിസോറി ഇവരെ അറിഞ്ഞിട്ടാണ് ആ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ മറിയ മോണ്ടിസോറി അങ്ങനെ ചെയ്തപ്പോ നമ്മളും അതൊന്നും അറിഞ്ഞ നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലാണ്ട് ഔട്ട് ഓഫ് സിലബസ് എടുത്തു എന്ന് വേണമെങ്കിൽ യു പീപ്പിൾ ക്യാൻ ടെൽ. നിങ്ങൾക്ക് പറയാം, പണ്ട് ഫസ്റ്റ് ബാച്ച് ആയ സമയത്ത് എന്നോട് പ്രസിദ്ധ മാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ടീച്ചർ ഔട്ട് ഓഫ് സിലബസ് ആണോ പഠിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇല്ല. ആ ഒരു സിമ്പിൾ ആൻസറേ ഉണ്ടായിരുന്നു, കൂടുതൽ ഞാൻ പറഞ്ഞില്ല. പക്ഷെ പിന്നെ പിള്ളേർക്ക് മനസ്സിലായി ഇത് വേണം. ആദ്യം എങ്ങാണ്ട് റെക്കോർഡ് ക്ലാസ് കണ്ട ആരോ പറഞ്ഞു PDF ഇല്ലാത്തതാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, അങ്ങനെ എന്തോ എനിക്കെതിരെ ഒരു ചെറിയ ഇത് വന്നു. അതാണ് ടീച്ചർ മിസ് എന്നോട് ചോദിച്ചത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇല്ലല്ലോ മാം എന്ന് പറഞ്ഞു. അത് പിന്നെ പിള്ളേർക്ക് സംഭവം മനസ്സിലായി. അത്രേ ഉള്ളൂ. നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നില്ലേ, അതുപോലെ തന്നെ മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ അറിയണോ, ഇവരെയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകണം. ഇവരെ മാത്രമല്ല പിന്നെയും കുറെ പേരുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റാത്തതാണ്. സൈക്കോളജി പാർട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് കുറെ പേര് സൈക്കോളജിയിൽ വരുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് വരണം, ബ്രൂണർ വരണം, സ്കിന്നർ വരണം, അങ്ങനെ കുറെ പേര്. എഡ്യൂക്കേഷൻ സൈക്കോളജി വരുമ്പോൾ തൊണ്ടക്കി, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫൗണ്ടർ ആരാണ്, ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറെ പേരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വിക്ടോസ്കിയുടെ കാര്യം, സോഷ്യോ കൾച്ചറൽ തിയറി. പിയാഷെയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? പിയാഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഇട്ടത്? പലരും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു അല്ലെ. പിയാഷെ ഒറ്റ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുട്ടിയെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ചയുടെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ പാരന്റ്സ് മേ ബി അങ്ങനെയായിരുന്നിരിക്കാം. അപ്പൊ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഡിസിപ്ലിനോടുകൂടി ഒരു കുട്ടിയായാലും അക്കൗണ്ട് അടിക്കണം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളർത്തി. അപ്പൊ അദ്ദേഹവും ഇതുപോലെ പല കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. അതേസമയം ലെവ് വിഡോസ്കി അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ പറഞ്ഞിരുന്നത് സോഷ്യോ കൾച്ചറൽ തിയറി എന്നായിരുന്നു. അദ്ദേഹം വളരെ മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആളുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഫാമിംഗ് ഉണ്ടായിരുന്നു, റിയറിംഗ് ഉണ്ടായിരുന്നു, നിറയെ പെറ്റ്സും, കോഴി, ആട്, പശു, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലുള്ള ആൾക്കാരെല്ലാരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഈ ജോലികളെല്ലാം ചെയ്തിരുന്നത്. എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രേ ചെയ്യുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു. വലിയൊരു ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിന്റെ, ഒരു ജോയിന്റ് ഫാമിലി പോലെ. അപ്പൊ അദ്ദേഹം ചെറുപ്പം മുതലേ കാണുന്നത് സോഷ്യലൈസ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അയാൾ ഡെവലപ്പായി വരുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് അയാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ഡെവലപ്മെന്റിന് കാരണമാകുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എങ്ങനെയാണ് ഓരോരുത്തരുടെയും ഒബ്സർവേഷൻസ്? ഇപ്പൊ നമ്മൾക്കും ഉണ്ടാകും നമ്മളുടേതായ വേർഷൻസ്. ഞാൻ ഇങ്ങനെ ആകാൻ കാരണം യെസ് എന്റെ കുറെ വളർന്നു വന്ന ഇതാണെന്ന് നമ്മൾ പറയും അല്ലെ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാവാൻ കാരണം ഞാൻ ചിലപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടായിരിക്കും, ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഞാൻ കൂടുതൽ ആളുകളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്, സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ നമ്മൾക്കും ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. നമ്മൾ കണക്റ്റഡ് ആകുന്ന റിലേഷൻഷിപ്പിന്റെ റിഫ്ലക്ഷൻസ് കാണും.
അങ്ങനെ വരുമ്പോ നമുക്കൊരു ക്വാളിറ്റി കിട്ടും. എന്താണെന്നറിയോ, ചിലരുമായിട്ട് കണക്റ്റഡ് ആകുന്നത് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതവിടെ മാറ്റി നിർത്താനോ കട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് ഇടപെട്ട് അയാളെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധം നമുക്ക് അയാളുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാനായിട്ട് പറ്റും. അത് സോഷ്യലൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് എറിക്സന്റെയും വിഡോസ്കിയുടെയും ഒബ്സർവേഷൻസ് ആയിരുന്നു കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എറിക്സൺ നമ്മളൊരു ലൈഫ് സ്പാൻ മുഴുവനും എങ്ങനെ ആയിരിക്കും, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ആയിട്ട് ചിന്തിക്കാനായിട്ട് നമ്മളെ അത് തന്നു അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ. അതേസമയം വിഡോസ്കി നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്തോറും നമ്മൾ കൂടുതൽ വളരും. ശരിയാണ്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. പിയാൻജെയുടെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക. എനിക്ക് എന്റെ ഫോണിൽ നിന്ന് അതിപ്പോ ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ ദെൻ ബൈ, ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് പ്ലീസ്. ഇല്ല. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, Miss.